ടെക്നിക്കലി ഭയങ്കര ഫോർവേഡ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നാൽ വീഡിയോസ് എടുക്കുന്നത് ബ്ലോക്കാവും. അപ്പോൾ ഇങ്ങനെ ഞാൻ പേടിച്ചത് തന്നെ വന്നു. അപ്പോൾ ഈ എന്താ പറയുന്നത്, ഈ സമ്പത്ത് ഒരു പരിധി വരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് മനുഷ്യർ നമ്മളെ വേദനിപ്പിക്കും. ഒരാൾക്ക് 35 ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ ഉണ്ടെങ്കിലും നമ്മൾ അവരോട് പോയി ഒരു 30,000 രൂപയുടെ കടബാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കും. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്, ചിലർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു പരിധി വരെ ഈ അസുഖങ്ങളും ദുരിതം ആത്മഹത്യയും എല്ലാം ഈ സമ്പത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു 50% വരുന്നത്. വീട് വെച്ചിട്ട് ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ നിവർത്തിയില്ലാതെ മരണങ്ങൾ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് അത് ചികിത്സിക്കാൻ നിവർത്തിയില്ലാതെയുള്ള മരണം, പ്രണയ നൈരാശ്യം, കുടുംബ ബന്ധത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു 75% വരെയും സമ്പത്തിൻ്റെ കുറവാണ്. അപ്പം അതിന് ഈ മെർഫി പറയുന്നത്, ഈ ലോകവും അതിലെ നിധികളായ സമുദ്രവും ഭൂമിയും വായുവും ദൃശ്യവും അദൃശ്യവുമായ സകല ചരാചരങ്ങളും നിങ്ങൾ പിറക്കുന്നതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ചുറ്റും ഇനിയും അറിയപ്പെടാത്ത, ഇനിയും കണ്ടെത്തപ്പെടാത്ത ആരുടെ കരസ്പർശനത്തായി കാത്തു കിടക്കുന്ന നിധികളെപ്പറ്റി ആലോചിച്ച് നോക്കൂ. ട്രഷേഴ്സ് ഉണ്ട് ഭൂമിയിൽ ഒരുപാട്, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ള വായു എന്ന രീതിയിൽ സമ്പത്തിനെ നോക്കിക്കാണണം. അപ്പോൾ മെർഫിയോടൊരു സ്ത്രീ സംശയം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, മെർഫിയോടല്ല, റാൾഫ് വാൾഡോ എമേഴ്സൺ എന്നോടൊരു സ്ത്രീ ചോദിച്ചു. എന്താ ചോദിച്ചത്, സമ്പത്ത് എങ്ങനെ, സമ്പത്തിനെ ചുറ്റുമുള്ള വായുവിനെ പോലെ നോക്കിക്കാണാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സമുദ്രതീരത്ത് ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇവിടെ മുഴുവൻ അവിടെ ചുറ്റും നോക്കാൻ പറഞ്ഞു. അപ്പോൾ സ്ത്രീ പറഞ്ഞു ഇവിടെ മുഴുവൻ വെള്ളമാണല്ലോ എന്ന്. അപ്പോൾ സമ്പത്തിനെ നമ്മൾ ഇപ്രകാരം വീക്ഷിക്കണം, അപ്പോൾ സമ്പത്തുണ്ടാവും. ഈ ചെറിയ പണിക്ക് പോകുന്ന, ഇപ്പം എന്നെപ്പോലെയുള്ള, ഇപ്പോൾ ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്, പിന്നെ വീട്ടു ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഈ പണിക്കൊക്കെ പോകുന്നവരുടെ മനസ്സിൽ എപ്പോഴും അടയ്ക്കാനുള്ള ബിൽസ്, ബാങ്ക് ലോൺസ്, ചിട്ടിക്ക് വരുന്ന ആൾക്കാർ, പണയം വെക്കുന്നത്, ഇതൊക്കെ ആയിരിക്കും എപ്പോഴും ചിന്ത. നമ്മൾ എന്തു ചിന്തിക്കുന്നോ അത് തന്നെ നമുക്ക് വരുന്നതെന്നാണ് പറയുക. അപ്പോൾ ഈ ചിന്ത മാറ്റിയിട്ട് മനസ്സിലേക്ക് എന്ത് ചിന്ത നിറച്ചാൽ സമ്പത്ത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളത് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ബൈ.